واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون. സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ദീർഘമായ ആയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ധാരാളം നിയമങ്ങളുണ്ട്. ഒന്നാമതായി വലാകിന്ന ശയാതീന കഫറു, അവിടെ ഷദ്ദുള്ള നൂനായതുകൊണ്ട് തന്നെ 2 ഖദർ മണിക്കേണ്ടതാണ്. യുഅല്ലിമൂന അന്നാസ അസ്സിഹ്ർ, അവിടെയും അന്നാസ് എന്ന വാക്കിൽ 2 ഖദർ മണിക്കേണ്ടതാണ്, ഷദ്ദുള്ള നൂന് വന്നതുകൊണ്ട്. വമാ ഉൻസില അലൽ മലക്കൈൻ, അവിടെ അൽ മദ്ദുൽ മുൻഫസിലാണ് നിയമം, 4 5 ഖദർ ദീർഘിപ്പിക്കേണ്ടതാണ്. ഹത്താ യഖൂലാ ഇന്നമ, അവിടെയും അൽ മദ്ദുൽ മുൻഫസിലാണ് നിയമം, ചേർത്ത് വായിക്കുമ്പോൾ 4 5 ഖദർ ദീർഘിപ്പിക്കുക. ഇന്നമ ഷദ്ദുള്ള നൂനുണ്ടായത് കൊണ്ട് തന്നെ 2 ഖദർ മണിക്കേണ്ടതാണ്. നഹ്നു ഫിത്നതുൻ ഫലാ തക്ഫുർ, അവിടെ തൻവീന് ശേഷം ഫാ വന്നു. അൽ ഇഖ്ഫാഉൽ ഹഖീഖിയുടെ ഉദാഹരണമാണ്. തൻവീനിൻ്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. വമാ ഹും ബിദാരീൻ, അവിടെ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നു. അൽ ഇഖ്ഫാഉ ശഫവിയാണ് നിയമം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ഇരു ചുണ്ടുകളും പൂർണ്ണമായും അടച്ചുകൊണ്ട് മൃദുലമായി നാം ഉച്ചരിക്കുക. ബിദാരീൻ 6 ഖദർ മണിക്കേണ്ട ഒരു ദീർഘമാണ്. അൽ മദ്ദുൽ ലാസിം എന്നാണ് ഇതിൻ്റെ പേര്. നിർബന്ധമായും 6 ഖദർ ദീർഘിപ്പിക്കേണ്ടതാണ്. അതായത് ദീർഘാക്ഷരത്തിന് ശേഷം യഥാർത്ഥ സുക്കൂന് വരുന്നുണ്ട്. ഈ സുക്കൂൻ നമ്മൾ എഴുത്തിൽ കാണുന്നില്ലെങ്കിലും ഒരു സുക്കൂൻ ഒളിച്ചിരിപ്പുണ്ട്. അതായത് ഷദ്ദുള്ള റാ എന്ന് പറയുന്നത് 2 റാന് തുല്യമാണ്. ഒന്നാമത്തെ റാ സുക്കൂനുള്ള റാ ആവുന്നു. അപ്പോൾ ദീർഘാക്ഷരത്തിന് ശേഷം സുക്കൂൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അൽ മദ്ദുൽ ലാസിമാണ് നിയമം, 6 ഖദർ മണിക്കേണ്ടതാണ്. വലാ യൻഫഉഹും, അവിടെ അൽ ഇഖ്ഫാഉൽ ഹഖീഖിയാണ് നിയമം, സുക്കൂനുള്ള നൂന് ശേഷം ഫാ വന്നു. നൂനിൻ്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. വലഖദ് ദാലിൻ്റെ മേലെ സുക്കൂൻ വന്നത് കൊണ്ട് തന്നെ കൽക്കല ചെയ്യേണ്ടതാണ്. അതേപോലെ മിൻ ഖലാഖ് എന്ന വാക്കിൽ നിർത്തുമ്പോൾ കൽക്കല ചെയ്യേണ്ടതാണ്. വലബിഅസ മാ ശറൗ ബിഹി അൻഫുസഹും, ഈ ദീർഘത്തിനാണ് മദ്ദുസ്സിലത്തിൽ കുബ്ര എന്ന് പറയുക. അൽ മദ്ദുൽ മുൻഫസിലിനെ പോലെ തന്നെ 4 5 ഖദർ ദീർഘിപ്പിക്കേണ്ടതാണ്. അൻഫുസഹും സുക്കൂനുള്ള നൂന് ശേഷം ഫാ വന്നു. അൽ ഇഖ്ഫാഉൽ ഹഖീഖിയാണ് നിയമം. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا
يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم وبارك على عبد الله ورسوله محمد أشرف الأنبياء وأشرف المرسلين وعلى آله وعلى صحابته أجمعين وعلى من تبعهم بإحسان إلى يوم الدين وبعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വത്തബഉ മാ തത്ലുശ് ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാനു വലാകിന്നശ് ശയാത്തീന കഫറൂ യുഅല്ലിമൂനൻ നാസ അസ്സിഹ്ർ يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون. ഇവിടെ ഈ 102-ാമത്തെ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ള വാക്കർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. വത്തബഉ, അവൻ പിൻപറ്റുകയും ചെയ്തു. മാ തത്ലു, ഓതിയിരുന്നതിനെ അല്ലെങ്കിൽ പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നതിനെ. അശ്ശയാത്തീൻ, പിശാചുക്കൾ. അലാ മുൽക്കി, രാജത്വത്തിന്റെ പേരിൽ അല്ലെങ്കിൽ രാജവാഴ്ചയെ പറ്റി. സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ. വമാ കഫറ, അവിശ്വസിച്ചിട്ടുമില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം. വലാകിന്ന ശയാത്തീന, എങ്കിലും പിശാചുക്കൾ. കഫറു, അവർ അവിശ്വസിച്ചു. യുഅല്ലിമൂന, പഠിപ്പിച്ചുകൊണ്ട്. അന്നാസ, മനുഷ്യർക്ക്. അസ്സിഹ്റ, സിഹ്ർ അഥവാ ആഭിചാരം അല്ലെങ്കിൽ മാരണം. വമാ ഉൻസില, ഇറക്കപ്പെട്ടതും. അലൽ മലക്കൈനി, 2 മലക്കുകളുടെ മേൽ. ബിബാബില, ബാബിലോണിൽ. ഹാറൂത്തിന് മാറൂത്തിനും. വമാ യുഅല്ലിമാനി, അവർ 2 ആളും പഠിപ്പിച്ചിരുന്നില്ല. മിൻ അഹദിൻ, ഒരാൾക്കും തന്നെ. ഹത്താ യഖൂല, അവർ 2 ആളും പറയുന്നത് വരെ.
ഇന്നമാ നഹ്നു ഞങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ നിശ്ചയമായും ഞങ്ങൾ ഫിത്നത്തുൻ ഒരു പരീക്ഷണം, ഫലാ തക്ഫുർ അതിനാൽ നീ അവിശ്വസിക്കരുത്, ഫയതഅല്ലമൂന എന്നിട്ട് അവർ പഠിച്ചിരുന്നു, അല്ലെങ്കിൽ എന്നിട്ട് അവർ പഠിക്കും, മിൻഹുമാ രണ്ടാളിൽ നിന്നും, മാ യാതൊന്ന് അല്ലെങ്കിൽ ഒരു കാര്യം, യുഫരിഖൂന അവർ ഭിന്നിപ്പുണ്ടാക്കും അല്ലെങ്കിൽ അവർ വേർപ്പെടുത്തും, ബിഹി അതുകൊണ്ട് അല്ലെങ്കിൽ അതിനാൽ, ബൈനൽ മർഇ മനുഷ്യന്റെ ഇടയിൽ, വസൗജിഹി അവന്റെ ഇണയുടെയും, വമാഹും അവരല്ല താനും, ബിളാരീന ഉപദ്രവം വരുത്തുന്നവർ, ബിഹി അതുകൊണ്ട്, മിൻ അഹദിൻ ഒരാളെയും, ഇല്ലാ ബിഇദ്നി അനുമതി കൂടാതെ, അല്ലാഹി അല്ലാഹുവിന്റെ, വയതഅല്ലമൂന അവർ പഠിക്കുകയും ചെയ്യും, മാ യളുറുഹും അവർക്ക് ഉപദ്രവം വരുത്തുന്നത്, വലാ യൻഫഉഹും അവർക്ക് ഉപകാരം ചെയ്യാത്തതും, വലഖദ് അലിമൂ തീർച്ചയായും അവർ അറിഞ്ഞിട്ടുണ്ട്, ലാ മനിഷ്തറാഹു അതിനെ വാങ്ങിയവൻ, മാ ലഹു അവനില്ല, ഫിൽ ആഖിറതി പരലോകത്തിൽ, മിൻ ഖലാഖിൻ ഒരു ഓഹരിയും അല്ലെങ്കിൽ ഒരു വിഹിതവും, വലബിഅസ വളരെ ചീത്ത തന്നെ, മാ യാതൊന്ന്, ശറൗ അവർ വിറ്റു, ബിഹി അതിന്, അൻഫുസഹും തങ്ങളെ തന്നെ അല്ലെങ്കിൽ തങ്ങളുടെ സ്വന്തങ്ങളെ, ലൗകാനു അവർ ആയിരുന്നെങ്കിൽ, യഅലമൂൻ അവർ അറിയും. അപ്പോൾ സഹോദരങ്ങളെ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം, സുലൈമാന്റെ രാജവാഴ്ചയെ പറ്റി പിശാചുക്കൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നതിനെ അവർ പിൻപറ്റുകയും ചെയ്തു. സുലൈമാൻ അവിശ്വസിച്ചിട്ടില്ല താനും. എങ്കിലും മനുഷ്യർക്ക് സിഹ്ർ പഠിപ്പിച്ചുകൊണ്ട് പിശാചുക്കളാണ് അവിശ്വസിച്ചത്. ബാബിലോണിൽ ഹാറൂത്തും മാറൂത്തും എന്ന രണ്ട് മലക്കുകൾക്ക് ഇറക്കപ്പെട്ടതും അവർ പിൻപറ്റി. ഞങ്ങൾ ഒരു പരീക്ഷണം മാത്രമാണ്, അതിനാൽ നീ അവിശ്വസിച്ചു പോകരുത് എന്ന് പറയാതെ ഒരാൾക്കും അവൻ രണ്ടാളും പഠിപ്പിച്ചിരുന്നതുമില്ല. എന്നാൽ മനുഷ്യന്റെയും അവന്റെ ഇണയുടെയും ഇടയിൽ ഭിന്നിപ്പിക്കുന്ന കാര്യം അവർ ആ രണ്ടാളിൽ നിന്നും പഠിച്ചിരുന്നു. അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ ഒരാൾക്കും തന്നെ. അതുകൊണ്ട് അവർ ഉപദ്രവം വരുത്തുന്നവരല്ല താനും. അവർക്ക് ഉപദ്രവം വരുത്തുകയും അവർക്ക് ഉപകാരം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന കാര്യം അവർ പഠിക്കുകയും ചെയ്യും. തീർച്ചയായും അവർ അറിഞ്ഞിട്ടുണ്ട്, അതിനെ ആർ വാങ്ങിയോ അവന് പരലോകത്തിൽ യാതൊരു ഓഹരിയും ഇല്ലെന്ന്. യാതൊന്നിനെ അവർ തങ്ങളുടെ സ്വന്തങ്ങളെ വിറ്റുവോ അത് വളരെ ചീത്ത തന്നെ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇതാണ് സഹോദരങ്ങളെ ഈ ആയത്തിന്റെ അർത്ഥം. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറത്തുൽ ബഖറയുടെ ഈ 102-ാമത്തെ ആയത്ത്, ഈ ആയത്ത് മറ്റു ആയത്തുകളെ അപേക്ഷിച്ച് അല്പം ദൈർഘ്യമുള്ള ആയത്താണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ പ്രതിപാദിച്ച വിഷയങ്ങളുടെ ഒരു രത്ന ചുരുക്കം പറയുവാനോ അല്ലെങ്കിൽ ഈ ആയത്തിന്റെ ഒരു വിശദീകരണം നൽകുവാനോ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ആയത്തിൽ പറഞ്ഞ ഓരോ വിഷയങ്ങളും വിശദമായി തന്നെ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.